സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി വിതരണം ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ട് വഴിയാക്കി. വിശദാംശങ്ങളുമായി ശ്രീദേവി പിള്ള. സാധാരണ ഈ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുകയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഈ ആധാർ കാർഡ് വഴിയുള്ള ഈ അക്കൗണ്ട് വഴിയാക്കിയാൽ മാത്രമേ പെൻഷൻ ലഭ്യമാവുകയുള്ളൂ. നമസ്കാരമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ പൊരിഞ്ഞ തല്ല് നടക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതാണ്ട് 60 ലക്ഷത്തിൽ പരം വയോവൃദ്ധരായ ജനങ്ങൾക്ക് മാസം 2000 രൂപ ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. UDF അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3000 രൂപ മിക്കവാറും ഈ കൊല്ലമോ അല്ലെങ്കിൽ അടുത്ത കൊല്ലമോ വലിയ താമസമില്ലാതെ കൊടുക്കണമല്ലോ, കാരണം അതൊരു ഗ്യാരണ്ടിയാണല്ലോ. അപ്പോൾ അത് കൊടുത്തിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എല്ലാവർക്കും ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് സർക്കാർ ഉത്തരവിറക്കി എന്നാണ്. ആ വിഷയത്തെ അധികരിച്ചാണ് പൊരിഞ്ഞ തല്ല് നടക്കുന്നത്. എന്തിനാ തല്ല് നടക്കണമെന്നല്ലേ, ഇത്രയും കാലം ഈ വൃദ്ധരായ മനുഷ്യർക്ക് അവരുടെ വീടുകളിൽ നമ്മുടെ കേരളത്തിൽ ഉടനീളമുള്ള സൊസൈറ്റികൾ, സ്ഥാപനങ്ങൾ വഴി അവരുടെ ഏജന്റുമാരെ വെച്ചുകൊണ്ട് എപ്പോഴൊക്കെ പെൻഷൻ പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അവരുടെ വീടുകളിൽ പോയി അവരുടെ കൈകളിൽ ഈ തുക എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ സംവിധാനത്തിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ടത്രേ. അത് എന്താണെന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ തല്ല് നടക്കുന്ന ചിലത് വായിച്ചാലേ നമുക്കറിയൂ. അതിനു മുമ്പായിട്ട് നമുക്ക് ഇത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ ചില വയസ്സായ മനുഷ്യരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചതിൻ്റെ ഒരു പ്രസക്ത ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് ആ വിഷയങ്ങളിലേക്ക് വരാം. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ബാങ്കിൽ പോയാണ് പൈസ എങ്ങനെ എടുക്കണ്ട്, എങ്ങനെ ചെയ്യേണ്ടത് അതറിയില്ല. ഒരു ATM കാർഡില്ല, ശരിക്കും വലിയൊരു മൊബൈൽ ഫോണില്ല. ഈ മൊബൈൽ ഫോണിലൊക്കെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ ബുക്കിൽ എഴുതി വെച്ചതാണ് ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പോൾ ഈ മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പൈസ ബാങ്കിൽ വന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ എത്തിക്കേണ്ട ഉപകാരമായിരുന്നു. അപ്പൊ വീട്ടിക്കുള്ളത് പിന്നെ വേറെ ക്യാൻസൽ ആക്കാൻ പറ്റൂല. അത് പഴയ മാതിരി തന്നെ വരട്ടെ, തുടരട്ടെ, അങ്ങനെ പറ്റൂ പോരെ. അത് തന്നെയാണ് വേണ്ടത്. അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ 80, 85, 90 ആയ ആൾക്കാരുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് പിന്നെ പെൻഷൻ കിട്ടുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അതേസമയം അവരുടെ കയ്യിൽ എത്തിക്കുമ്പോൾ അത് അവർക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ആക്കുകയെന്നിപ്പോൾ ഗവൺമെൻറ് പറയുകയുണ്ടായി. അതും കോപ്പറേറ്റീവ് ബാങ്ക് പാടില്ല എന്നും പറയുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉള്ളവരല്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് അത് ആശ്വാസം എന്നുള്ളതിനെക്കാട്ടിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടു കൊടുക്കണം, അത് പെട്ടെന്ന് വീട്ടിൽ കൊടുക്കാൻ ഏതായാലും പെട്ടെന്ന് കൊടുക്കണ്ടാണ്. ഇന്നത്തെ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്താ കാരണം പറയണ്ടേ? അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഇത്രയും നല്ലതല്ലേ. മറ്റിപ്പോ നമ്മള് ബാങ്കിലേക്ക് പോകണം, പിന്നെ ഇപ്പൊ എപ്പോഴാ വന്നോ അല്ലേന്ന് അറിയില്ല. പിന്നെ അത് തെരഞ്ഞു പോണ്ടേ. ഇതിപ്പോ പറഞ്ഞാൽ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഉപകാരത്തിനായി എത്രയും പെട്ടെന്ന് ചിലപ്പോ കൈ കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പൊ നമുക്ക് അവിടെ പോയി പിന്നെ മാസം വന്നോ നോക്കി നിൽക്കണ്ടേ. ഇപ്പൊ നമ്മൾ കേട്ടത് ഈ പെൻഷൻ മാസം കൈപ്പറ്റുന്ന ചില മനുഷ്യരുടെ വാക്കുകളാണ്. അവർ പറഞ്ഞതിൽ നിന്ന് തന്നെ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ വിഷയത്തെ അധികരിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം ഉണ്ടല്ലോ, ഒരു തരം രാഷ്ട്രീയ യുദ്ധം, പരസ്പരം രാഷ്ട്രീയമായി പോരടിച്ച് നടത്തുന്ന യുദ്ധം. ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ എടുക്കാം. അവർ പറയുന്നത് ഇതിപ്പോൾ UDF ഈ പെൻഷൻ പദ്ധതി പതുക്കെ നിർത്താനുള്ള ഒരു പദ്ധതിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണത്രേ. അപ്പോൾ ആദ്യമായിട്ട് ഈ വീട്ടിലെത്തിക്കുന്ന ഈ പരിപാടി ഉണ്ട് അവസാനിപ്പിച്ചാൽ പിന്നെ ബാങ്കിലേക്കായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കുറേ പേർ അത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ സർക്കാരിന് വലിയ തോതിൽ ലാഭമുണ്ടാകും. 60 ലക്ഷം പേർ എന്നുള്ളത് ഏതാണ്ട് പകുതിയോളം ഇല്ലാതാകും എന്നാണത്രേ സർക്കാരിൻ്റെ ചില ഐഡിയ എന്നാണ് ചില സോഷ്യൽ മീഡിയയിൽ ആര് പറയുന്നത്, ഇടതുപക്ഷത്തെ ചിലർ പറയുന്നത്. ഈ കുബുദ്ധിയാണ് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ എന്നവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ പെൻഷനെതിരാണ് ഇന്നത്തെ സർക്കാർ എന്നാണ് ഈ ഇടതുപക്ഷത്തെ ചില ആൾക്കാർ വാദിക്കുന്നത്. ഇനി മറുപക്ഷത്തെ വാദം കൂടെ നമുക്ക് കേൾക്കണ്ടേ. അവിടെയാണല്ലോ ഇതിലെ രസകരമായ ഭാഗം. അതിലെ ചിലതൊന്ന് വായിച്ചു തരാം. സഖാക്കൾക്ക്
ഇനി കക്കാൻ പറ്റില്ല. ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ എന്താ കുഴപ്പം? ഗൂഗിൾ പേ ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു വയസ്സായ 2 പേര് പറഞ്ഞില്ലേ, ബാങ്ക് എന്താണെന്നറിയില്ല, ബാങ്ക് പോയി അങ്ങനെ ചെക്ക് എഴുതണ്ടെന്നറിയില്ല, ATM കാർഡില്ല, ATM കാർഡ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അവരോടാണ് എന്ത് പറയുന്നത്? ഗൂഗിൾ പേ ഉപയോഗിക്കാമല്ലോ എന്ന്. അത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പിന്നൊരു വാദം കിട്ടത് ഇതിന്റെ തട്ടിപ്പ് നടക്കൂല, ഈ പണമൊന്നും ഇനി AKG സെന്ററിലേക്ക് ചെല്ലില്ല, അവിടെ വലിയ നഷ്ടം സംഭവിക്കും, അതിൻ്റെ ചുരുക്കാണ്. പിന്നെ മരിച്ചവർക്ക് ഇനി പെൻഷൻ കിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോൾ മരിച്ചവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ്. കമ്മീഷൻ പിടുങ്ങാൻ പറ്റില്ല. ദേശാഭിമാനി വരിസംഖ്യ ഇനി കിട്ടില്ല. ഇനി തങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് എന്ന പ്രചരണം ഇനി നടക്കില്ല. ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പൊരിഞ്ഞ യുദ്ധം. ഒരു പക്ഷം പറയുന്നു ഈ പെൻഷൻ നിർത്താനുള്ള പരിപാടിയാണ്, അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നു ഇത്രയും കാലം തട്ടിപ്പ് നടത്തിയ ഒരു പാർട്ടിക്ക് ഇനി അത് നടക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചുരുക്കാണ് ഈ കാണിക്കുന്നതൊക്കെ. അത് കാര്യമാക്കണ്ട, ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വളരെ എല്ലാം ഭംഗിയായിട്ട് പോകും, എല്ലാം അക്കൗണ്ട് മുഖാന്തരമാണ് നടക്കുക എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് വളരെ രസകരമായത്. ഈ UDFന്റെ ഈ നയത്തിനോട് പരിപൂർണമായും വളരെ സന്തോഷപൂർവ്വം ചേർന്ന് നിന്ന് വാദിക്കുന്നവരാണ് BJPക്കാര്. അവരും പറയുന്നത് എല്ലാം ഇനി അക്കൗണ്ട് ട്രാൻസ്ഫർ മതി, അക്കൗണ്ട് കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ 2 പേരും 3 പേരുടെയും വാദങ്ങളെ പൊതുവെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷനാണ് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 60 to ഒരു 85 വയസ്സെടുത്താൽ, ഒരു 85 വയസ്സെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1940കളിലൊക്കെ ജനിച്ച മനുഷ്യരായിരിക്കും. ഇനിയിപ്പോൾ 60 വയസ്സുള്ള ഒരാളാണെങ്കിൽ അത് ഏതാണ്ട് 1960 1965 ഇടയ്ക്കുള്ള ജനിച്ച മനുഷ്യരായിരിക്കും. അവർക്കൊക്കെ തന്നെ ഈ കമ്പ്യൂട്ടറുമായിട്ടോ മൊബൈൽ ഫോണുമായിട്ടോ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് വളരെ പരിമിതമാണ്. ഇനി അഥവാ ഉപയോഗിക്കാൻ അറിയുന്നവരാണെങ്കിൽ പോലും ഈ പ്രായാധിക്യം കൊണ്ട് പൊതുവെ അത്തരം മൊബൈലുകളൊക്കെ ഒരു ഫോൺ വിളിക്കുക എന്നതിനപ്പുറം ഉപയോഗിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനവും അവർക്ക് കുറവായിരിക്കും. അവരുടെ വീട്ടിലൊരു കൊച്ചുകുട്ടി ആ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വേഗതയിലോ ഈ 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ അറിയണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. പല വിധത്തിലുള്ള വാദങ്ങൾ നിരത്തുന്നവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സഹകരണ സംഘങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 1550 സഹകരണ സംഘങ്ങളിലെ ഏജന്റ് മുഖാന്തരമാണ് ഇതേറെക്കുറെ നമ്മുടെ ഈ പെൻഷൻ വിതരണം നടത്തുന്നത്. എന്നാൽ നമുക്കറിയാം ഈ നാഷണലൈസ് ബാങ്കുകളോ ഇനിയിപ്പോൾ കമേഴ്ഷ്യൽ പ്രൈവറ്റ് ബാങ്കുകളെ കൂടെ ഉൾപ്പെടുത്തുമെന്നറിയില്ല. അതൊക്കെ ഒരു പഞ്ചായത്തിൽ 1 or 2 ആണ് ഉണ്ടാകുക സാധാരണഗതിയിൽ. ഓരോ പഞ്ചായത്തിലും ഏതാണ്ട് ഒരു 4000-5000 പേര് പെൻഷൻ വാങ്ങിക്കും. ഈ ബാങ്കുകളിലേക്ക് ഈ പെൻഷൻ ഇനി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ക്രെഡിറ്റ് മെസ്സേജ് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും. പക്ഷേ ഇങ്ങനൊരു മെസ്സേജ് വന്ന വിവരം അത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സാങ്കേതിക കഴിവ് ഇതിൽ എത്ര പേർക്കുണ്ടാവും? ഈ 62 ലക്ഷം പേരിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 30 ലക്ഷം പേർക്കും അത്തരം ജ്ഞാനം ഉണ്ടാവില്ല. പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതിൽ കൂടുതലാകാനാണ് ചാൻസ്. അപ്പോൾ ഈ പെൻഷൻ ക്രെഡിറ്റ് ആയോ എന്നറിയില്ല. പിന്നെയുള്ളത് TV-യിൽ ന്യൂസ് വരിക, പത്രത്തിൽ ന്യൂസ് വരിക. അതൊക്കെ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. മറ്റൊരു വാദം ഇതിന് അനുകൂലമായി വാദിക്കുന്നവർ പറയുന്നത് ATM കാർഡ് ഉപയോഗിക്കാമല്ലോ എന്നാണ്. തീർച്ചയായും ATM കാർഡ് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ എത്ര ATMകളുണ്ട്? ഒരു ഗ്രാമപ്രദേശത്ത് ഒരൊറ്റ ATM ഇല്ലാത്ത ധാരാളം പ്രദേശങ്ങളുണ്ട്. അവിടെയും ആയിരക്കണക്കിന് ഈ പെൻഷൻ വാങ്ങിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കും. ഇനി അഥവാ ATM ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 10 രൂപ ബസ് കയറി കൊടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ, ബസ് സർവീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചല്ലാതെ ഈ 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ഓട്ടോ പിടിച്ചാൽ മിക്കവാറും ഒരു 100, 150, 200 രൂപ വരെ ചിലവാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അവിടെ ATM-ൽ ചെന്നാൽ ഈ 60 വയസ്സിനും 85 വയസ്സുള്ള മനുഷ്യരിലെ ഒരു 50-60% പേർക്കും ആ ATM കാർഡ് ഉപയോഗിക്കുന്ന രീതി അറിയില്ല. സ്വാഭാവികമായിട്ടും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും.
അത് മറ്റൊരാൾക്ക് തൻ്റെ പിൻ നമ്പർ, ATM പിൻ നമ്പറൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരാൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിനൊരു പണി മുടക്കി ഒരാളും കൂടെ ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആളെ കൂടെ പോകണം. അപ്പോൾ അയാളുടെ പണി മുടക്കിയിട്ടാണ് വരുന്നത് എന്നും കൂടെ നമ്മൾ കാണണം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് അത് അസാധ്യമാണ്. ഇനി ബാങ്കിൽ പോയി സ്വാഭാവികം അവിടെ ചെന്നു നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ചെക്ക് എഴുതി കൊടുക്കുന്നു, അത് വാങ്ങുന്നു എന്നൊക്കെ വെക്കുക. ഇനി ക്യൂ നിൽക്കേണ്ട വളരെ സൗകര്യപ്രദമായ ഒരു ബാങ്ക് ആണെങ്കിൽ പോലും ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസഹായം തീർച്ചയായും വേണ്ടിവരും. 80 70 ആയാൽ തീർച്ചയായും ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പെൻഷൻകാരൊക്കെ അവിടെ ഒരു 3ാം തരം ഒരു സർവീസാണ് ഇത്തരം ബാങ്കുകളൊക്കെ കൊടുക്കുള്ളൂ എന്നുകൂടെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു ലക്ഷക്കണക്കിന് രൂപ ഡെപ്പോസിറ്റുള്ള ഒരു കസ്റ്റമറേയും മാസത്തിൽ 2000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു കസ്റ്റമർക്കും ഒരേ വിധത്തിൽ സർവീസ് കൊടുക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്ന തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്താ, ഗുണമെന്താ എന്നും കൂടെ നമ്മളൊന്ന് വിലയിരുത്തണമല്ലോ. ഇപ്പോൾ ഒരു ഗുണമുണ്ട്. എപ്പോഴൊക്കെയാണോ ഈ സർക്കാർ പെൻഷൻ പ്രഖ്യാപിക്കുന്നത്, അത് എപ്പോഴോ ആകട്ടെ, വൈകിട്ടോ ഇനി ഒരു മാസം കൊടുത്തില്ല അടുത്ത മാസം ഒരുമിച്ച് എപ്പോഴെങ്കിലും ആവട്ടെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്ക് യാതൊരു ബോധറേഷനുമില്ല. അവരുടെ വീട്ടിൽ വന്ന് ഈ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനോ ഏജൻറ്റോ ആരോ ആകട്ടെ അവർ പ്രതിനിധി വന്ന് ഇതാ നിങ്ങളുടെ പെൻഷൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ വരും, അതവരുടെ കൈകളിൽ കൊടുക്കും. ഇതിന് സർക്കാരിന് ചിലവാകുന്നത് ഒരു പെൻഷൻ കൊടുക്കാൻ 25 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ ആണെന്ന് കരുതട്ടെ. ഈ സഹകരണ ബാങ്കുകൾക്ക് കമ്മീഷൻ കൊടുക്കും സർക്കാർ, ഇത്ര രൂപ ഒരു പെൻഷൻ കൊടുത്താൽ കിട്ടും. അതാണ് സർക്കാരിന് ഈ കാര്യത്തിൽ ചിലവ് വരുന്നത്. ഇനി അവിടെ പോയിട്ട് ഒരു ആരോപണം, ഇതെല്ലാം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് കൊടുക്കുന്നതാണ്. അതൊരു ശരിയുണ്ട് അതിനകത്ത്. മറ്റൊന്നുമല്ല, ഈ സഹകരണ സംഘങ്ങളൊക്കെ തന്നെ ഭരിക്കുന്നത് ഓരോ രാഷ്ട്രീയ കക്ഷികളാണ്. കേരളത്തിൽ ഏതാണ്ട് ഒരു 40% സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത് UDFൻ്റെ ആൾക്കാരാണ്. അതിലേറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, ഏതാണ്ട് 5.5 ലക്ഷത്തോളം പേർ. ഏറ്റവും കൂടുതൽ അവിടുത്തെ സഹകരണ സംഘങ്ങൾ ഭരിക്കുന്നത് ലീഗും UDFുമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് UDFൻ്റെയും ലീഗിൻ്റെയും ആൾക്കാരാണ്. ബാക്കിയുള്ള ഒരു 60-50% മാത്രമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുള്ളത്. അവിടെ തീർച്ചയായും അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇത് കൊണ്ടു കൊടുക്കുന്നത്. അതിൽ ഈ 2 കൂട്ടരും കക്കുന്നുണ്ടെങ്കിൽ ഈ 2 കൂട്ടരും 60-40% കക്കുന്നുണ്ട് എന്നുകൂടി വാദിക്കണം. കക്കുന്നുണ്ട് എന്ന വാദമാണെങ്കിൽ ഇനി ഇതിൽ ചില കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ഈ പെൻഷൻ കൊണ്ടു കൊടുക്കുമ്പോൾ വയസ്സായ അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ ഒക്കെ സന്തോഷത്തിന് ഈ കൊണ്ടുവന്ന് കൊടുക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ ചിലപ്പോൾ 25 രൂപയോ 50 രൂപയോ കൊടുത്തെന്നിരിക്കും അവനവൻ്റെ ഒരു സന്തോഷം. നേരത്തെ ഇത് ബാങ്കിലാണെങ്കിൽ ഇവൻ ഓട്ടോ വിളിച്ചോ ബസ് കയറിയോ അവിടെ പോയി ഇങ്ങനെ വാങ്ങുന്നതിന് ഒരു 200 രൂപയെങ്കിലും ഒരാൾക്ക് ചിലവ് വരാതെ ഒരു മാസത്തെ പെൻഷൻ വാങ്ങി വരാൻ പറ്റില്ല. അതിന് പരസഹായം ഇതിലെ മിക്കവാറും എല്ലാവർക്കും വേണ്ടി വരും. ഇനി കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തിക്കുമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. അതിൻ്റെ അർത്ഥം 60 വയസ്സ് കഴിഞ്ഞാൽ കിടപ്പ് രോഗികളല്ലാത്ത എല്ലാ മനുഷ്യരും ആരോഗ്യവാന്മാരാണ് എന്നൊരു ധാരണ സർക്കാർ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പലരും പല വിധത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ്, പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് പലപ്പോഴും മൂവ്മെൻറ്റിന് പരസഹായം ആവശ്യമുള്ളവരാണ്. ഒരു 50% കാര്യം മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരു 50% ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ബാങ്കിൽ പോകാനോ പക്ഷെ 50% എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് 30 ലക്ഷം പേര് വരും എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബാങ്കിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ബാങ്കിൽ പെൻഷൻ വാങ്ങാനുള്ള സൗകര്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അധികം പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാനിവിടെ പറയാം. നമ്മുടെ സർക്കാർ ഒരു മാസം 900 കോടി രൂപ ഈ പെൻഷന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അത് 900 കോടി രൂപ ബാങ്കുകൾക്ക് കൊടുത്താലല്ലേ അവർക്കത് ഈ പെൻഷനേഴ്സിന് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു 5-6 ദിവസം ഈ പെൻഷനേഴ്സ് എടുക്കാതെ വന്നാൽ എല്ലാവരും ഒരൊറ്റ ദിവസം കൊണ്ട് ആ വന്ന ദിവസം തന്നെ വിഡ്രോ ചെയ്യില്ലല്ലോ. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കുക, അതിൽ കൂടുതലൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഈ 900 കോടി രൂപ ആവറേജ് ഈ ബാങ്കുകൾക്ക് ഫ്രീ ആയി കിട്ടുകയാണ് സർക്കാരിൽ നിന്നും.
നമ്മുടെ ഇന്ത്യയിൽ കോൾ മണി റേറ്റ് എന്നൊരു സംവിധാനമുണ്ട്. ഈ ബാങ്കുകൾ അവർക്ക് വേണ്ട പണം ഈ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യും. അവർക്ക് ഓരോ ദിവസവും ഇത്ര ശതമാനം പണം ഈ റിസർവ് ബാങ്കിൽ ഉണ്ടായിരിക്കണമെന്നുണ്ട്. അത് കാൾ മണി മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അതിന് 4% തൊട്ട് 5% വരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്. മിനിമം 4% ഉണ്ട്, 5% വരെ പോകാം. നമുക്ക് മിനിമം റേറ്റ് എടുക്കാം. ഈ 900 കോടി ഒരു ദിവസത്തേക്ക് ഈ ബാങ്കുകൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അവരുടെ ലാഭം എന്താ അറിയോ? 36 കോടി ഒരു ദിവസം അവർക്ക് ലാഭമാണ്. അങ്ങനെ ഒരു 5 ദിവസം കിടന്നാൽ 180 കോടി ഒരു മാസം അവർക്ക് ലാഭമാണ്. മിനിമം അതിൽ കൂടുതൽ കിടക്കുകയും ചെയ്യും. കാരണം ഒരാഴ്ച കൊണ്ടല്ല, ചിലർ 10 ദിവസം കൊണ്ടായിരിക്കും, ചിലർ 15 ദിവസം കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു മാസം വരെ ഇടുന്നവരുണ്ടാവും. കാരണം അറിയാത്തവരുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. അങ്ങനെ ഒരു ശരാശരി നമുക്ക് ഒരു 180 കോടി രൂപ നമ്മളുടെ ഈ സർക്കാരിൻ്റെ പണം വെച്ചുകൊണ്ട് ഈ ബാങ്കുകൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ലാഭം അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അവരുടെ ഷെയറായിട്ട് കൊടുക്കുക ആണല്ലോ, അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട പണമാണ്. ഇത് നമ്മുടെ നാട്ടിലെ സൊസൈറ്റികൾക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം, വളരെ റൂറലായ മനുഷ്യർ അവരുടെ റൂറലായ ഏരിയകളിൽ അവരുടെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളും ഭരിക്കുന്ന സംഘങ്ങളുടെ കൈകളിലാണ് എത്തുക. അവരാണ് ഇത് ഹാൻഡിൽ ചെയ്യുക. അതിൻ്റെ ഗുണം അവർക്കാണ് ഉണ്ടാവുക. അതിന് പകരം ഈ ഭീമൻ ബാങ്കുകൾ ഈ കേരള സർക്കാർ കൊടുക്കുന്ന ഈ പണം ഉപയോഗിച്ച് അവർ സുഖമായി ഈ മാസത്തിൽ 180, അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏതാണ്ട് 2100 ചില്ലാനം കോടി മിനിമം രൂപ ഈ ബാങ്കുകൾക്ക് ലാഭമുണ്ടാക്കും. ഇവിടെ വീടുകളിൽ എത്തിക്കാനുള്ള ചെലവ് ഒരു മാസം ഏതാണ്ട് 20 കോടിയിൽ താഴെയാണ്. ഈ 62 ലക്ഷം മനുഷ്യർക്ക് ഈ 25 രൂപ കമ്മീഷൻ കൊടുത്താൽ, അത് കാരണം കുറച്ച് ഏജന്റുമാർക്ക് ഒരു മാസം ഒരു 2000 രൂപയോ 3000 രൂപയൊക്കെ പാവം ഓരോ വീടും കയറി ഇറങ്ങുന്നതിന് അവർക്ക് കിട്ടും. ഇവരാരും ലക്ഷാധിപതികളല്ല, സാധാരണ തൊഴിലില്ലാത്ത മനുഷ്യരായിരിക്കും. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ സ്ഥിരം സ്റ്റാഫിനെ വെച്ചൊന്നും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നടക്കില്ല. അവർ താൽക്കാലികമായി ഇതുപോലെ നിങ്ങൾ ആരോപിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അവിടെ ഭരിക്കുന്ന കക്ഷി തന്നെ ആയിരിക്കും ഓട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്കായിരിക്കും ആ അവസരം കൊടുക്കുക. അതവർക്ക് കിട്ടും. അവരവിടുത്തെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും, തൊഴിലില്ലാത്തവനാവും, തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവനാവും. അപ്പോൾ ഇതൊരു അവസരത്തിൽ 2000 രൂപയോ 2500 രൂപയോ ഒരു 100 വീട് കൊടുത്താൽ കിട്ടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ആലോചിക്കാനുള്ള ഒരു സന്മനസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഒരു 25 രൂപ കമ്മീഷൻ കൊടുത്ത് ഒരു മനുഷ്യന് ഒരു മാസം 2000 രൂപ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ തുക ഇത് കൊടുക്കുന്ന മനുഷ്യന് സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വികൃതമായ മനസ്സുള്ളവരല്ലേ ഈ പോരാട്ടം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത്? അങ്ങനെ ചിന്തിക്കാത്തത് എന്താ? എല്ലാത്തിലും ഈ രാഷ്ട്രീയത്തിൻ്റെ തിമിരം വെച്ച് വാദിക്കുന്ന ശിക്ഷ മനസ്സുള്ള രാഷ്ട്രീയമാണോ നമ്മുടെ കേരളത്തിൻ്റേത് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. കാരണം വൃദ്ധരായ മനുഷ്യരാണ്, അശരണരായ മനുഷ്യരാണ്. മക്കളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നോക്കണമെന്നില്ല. ആ ഒരു പക്ഷേ ഈ 2000 രൂപ കിട്ടുമ്പോൾ അവരുടെ കൈകളിൽ കിട്ടുമ്പോൾ അത് അവരുടെ സ്വന്തമാണ്. അത് അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നാൽ അത് പോയി എടുക്കാനും അത് ആ ട്രാൻസാക്ഷനെ പണമായി ഉപയോഗിക്കാനും ഒരുപാട് സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ അതിന് ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. മറ്റത് പണമായി കൈ കിട്ടുന്നതാണ് 2000 രൂപ. ഒരു തോർത്തുമുണ്ട് വാങ്ങാനോ ഒരു പേരക്കുട്ടിക്ക് ഒരു 1 രൂപയുടെയോ 10 രൂപയുടെ ഒരു മിഠായി വാങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് അത് സ്വന്തമെന്ന് തോന്നാനും അഭിമാനബോധത്തോടെയും ജീവിക്കാനോ തൻ്റെ മക്കൾ തങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു തോന്നലും അഭിമാനബോധവും തോന്നുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി 10-20 കോടി കേരള സർക്കാർ അതിന് മുടക്കിയാൽ എന്താണ് നാണക്കേട്? KSRTCയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരും 10,000 ശമ്പളം വാങ്ങുന്ന ജീവനക്കാരും ആയ സ്ത്രീകൾ ഫ്രീ ആയി യാത്ര ചെയ്യാൻ വേണ്ടി 90 കോടി രൂപ മാസം ചിലവാക്കുന്നുണ്ട് ഈ സർക്കാർ എന്ന് മറക്കരുത്. ആർക്കാണ്? ശമ്പളം പറ്റുന്ന വിഭാഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ. അതേസമയം 60 വയസ്സ് കഴിഞ്ഞ തങ്ങളുടെ യൗവനം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചവർ അവസാന കാലത്ത് ഒരു 2000 രൂപ വാങ്ങാനായിട്ട് ഈ വിധത്തിൽ അവരെ കഷ്ടപ്പെടുത്തുന്നത് ഒട്ടും നീതീകരണമല്ല. അത് കരുണയുള്ള ഒരു മനസ്സിൻ്റെയും ആശയത്തിൻ്റെയും ഒരു പ്രൊഡക്റ്റ് അല്ല എന്നിവിടെ പറയേണ്ടി വരുന്നു. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം വേണമെങ്കിൽ ആരോപിക്കാം, എന്ത് തെറി വേണമെങ്കിൽ പറയാം. പരിപൂർണ സ്വാതന്ത്ര്യം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.